PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലെ ദേശീയ ദിനങ്ങളും അന്തർദേശീയ ദിനങ്ങളുമാണ്. എല്ലാ മാസവും നമ്മൾ ദേശീയ ദിനങ്ങളും അന്തർദേശീയ ദിനങ്ങളും നമ്മൾ റിവൈസ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസത്തിൻ്റെയും പ്രത്യേകത അതാത് ദിവസം തന്നെ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈ ദേശീയ ദിനങ്ങളും അന്തർദേശീയ ദിനങ്ങളും പാടായിട്ട് തോന്നുകയില്ല. ഏപ്രിൽ മാസത്തിലെ അന്താരാഷ്ട്ര ദിനങ്ങൾ എത്രണ്ണം ഉണ്ടെന്ന് നോക്കാം. കുറച്ചേറെ ഉണ്ട്. 14 പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഏപ്രിൽ മാസത്തിലുള്ളത്. ദേശീയ ദിനങ്ങൾ പ്രധാനമായും 4 എണ്ണമാണുള്ളത്. നമുക്ക് നോക്കാം. ഏപ്രിൽ 1, ഏപ്രിൽ 2, ഏപ്രിൽ 4, ഏപ്രിൽ 6, ഏപ്രിൽ 7, ഏപ്രിൽ 11, 12, 17, 22, 23, 25, 26, 29, 30. അതുപോലെ തന്നെ ദേശീയ ദിനങ്ങളുടെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ 5, 11, 13, 24. ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തിനും പ്രത്യേകതയുണ്ട് കേട്ടോ. അതാത് ദിവസം തന്നെ പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പാടായിട്ട് തോന്നുകയില്ല. ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും, പക്ഷേ എങ്കിലും അങ്ങ് പറയുകയാണ്. എന്തായാലും എത്ര ബുദ്ധിമുട്ടിയായാലും ഇത് പഠിച്ചെടുക്കുക. 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനം. ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. കുട്ടികളുടെ പുസ്തക ദിനം കൂടിയാണ് കേട്ടോ. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം, കുട്ടികളുടെ പുസ്തക ദിനം. ഏപ്രിൽ 4 ഖനി ബോധവൽക്കരണ ദിനം. ഏപ്രിൽ 4 ഖനി ബോധവൽക്കരണ ദിനം. ഏപ്രിൽ 6 സമാധാനത്തിനും വികസനത്തിനുമായുള്ള അന്താരാഷ്ട്ര വിനോദ ദിനമാണ്. സമാധാനത്തിനും വികസനത്തിനുമായുള്ള അന്താരാഷ്ട്ര വിനോദ ദിനമാണ് ഏപ്രിൽ 6. ഒന്നുകൂടെ നോക്കാം. 1, 2, 4, 6 ലോക വിഡ്ഢി ദിനമാണ് 1-ാം തീയതി. ഓട്ടിസം അവബോധ ദിനം, കുട്ടികളുടെ പുസ്തക ദിനം 2-ാം തീയതി. ഏപ്രിൽ 4 ഖനി ബോധവൽക്കരണ ദിനം. ഏപ്രിൽ 6 സമാധാനത്തിനും വികസനത്തിനുമായുള്ള അന്താരാഷ്ട്ര വിനോദ ദിനമാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 12 ലോക ബഹിരാകാശ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം, ഇംഗ്ലീഷ് ഭാഷാ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം, ഇംഗ്ലീഷ് ഭാഷാ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 26 ബൗദ്ധിക സ്വത്ത് ദിനം. ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. ഏപ്രിൽ 30 അന്താരാഷ്ട്ര ജാസ് ദിനം. 25 മലേറിയ ദിനം, 26 ബൗദ്ധിക സ്വത്ത് ദിനം, 29 ലോക നൃത്ത ദിനം, 30 അന്താരാഷ്ട്ര ജാസ് ദിനം. അടുത്തത് ദേശീയ ദിനങ്ങളാണ്. ഏപ്രിൽ 5 സമുദ്ര സഞ്ചാര ദിനം. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. ഏപ്രിൽ 24 പഞ്ചായത്ത് ദിനം, പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 5 സമുദ്ര സഞ്ചാര ദിനം. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനം. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. പ്രധാനപ്പെട്ട ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളും ദേശീയ ദിനങ്ങളുമാണ് പഠിച്ചത്. ഏപ്രിൽ 5 സമുദ്ര സഞ്ചാര ദിനം. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ മാസത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തിനും ഒരു പ്രത്യേകത ഉണ്ട് പഠിക്കണം. 1-2 മിനിമം പഠിക്കുന്നുണ്ട് കുറച്ചൊക്കെ, എങ്കിലും നന്നായിട്ട് പഠിച്ചെടുക്കുക. അതായത് ദിവസം തന്നെ ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ 1-ാം തീയതി പ്രത്യേകത പഠിക്കുക. 2-ാം തീയതി 2-ാം തീയതി പ്രത്യേകത പഠിക്കുക. ദേശീയ ദിനങ്ങളാണോ അന്തർദേശീയ ദിനങ്ങളാണോ എന്നൊന്ന് നോക്കി വെച്ച് പഠിക്കുക. ഏപ്രിൽ 4-ന്റെ പ്രത്യേകത പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും അതാത് ദിവസത്തെ പഠിക്കുകയാണെങ്കിൽ 1-2 അതിൽ കൂടുതൽ വരുവേയില്ല. അപ്പോൾ അതൊരു ദിനചര്യയായിട്ട് അത് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട്, ഏകദേശം 1 വർഷം കൊണ്ട് നമ്മുടെ PSC കോച്ചിങ്ങിലെ മുഴുവൻ സിലബസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മലയാളത്തിൻ്റെ ആണെങ്കിലും കുറച്ച് പോർഷൻസ്, ഒരു 10-20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളൊരു ദിവസം പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എല്ലാ വിഷയവും നമ്മൾ ടച്ച് ചെയ്ത് തന്നെ പോകും. അപ്പം നാഷണൽ ദിനവും ഇൻ്റർനാഷണൽ ദിനവും നമ്മൾ ഏപ്രിൽ മാസത്തെ വരെ ആയി നന്നായിട്ട് പഠിച്ചെടുക്കുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവരും ആഗ്രഹിച്ച പോലെ റാങ്ക് ലിസ്റ്റിൽ കയറുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്തൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞു പോയ റിവിഷൻ ക്ലാസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക.
കാരണം കുറച്ച് വളരെ നീട്ടിയുള്ള റിവിഷൻ ക്ലാസ് അല്ല. 5 മിനിറ്റ് മാക്സിമം പോയ 10 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിവിഷൻ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ വളരെ കുറച്ച് ഷോർട്ടായാണ് പോകുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.